നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺട്രപ്രണറിയൽ സ്കിൽസിനെ കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് വരുന്ന ആളാണ് ഓൺട്രപ്രണർ, അതായത് സംരംഭകൻ. സാധാരണ നമ്മൾ സംരംഭകനും ബിസിനസ്മാനായിട്ട് ഭയങ്കരമായിട്ട് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ആരാണ് സംരംഭകൻ എന്ന് നോക്കാം. ഒരു പുതിയ ആശയത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലൂടെയോ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതിലൂടെ ലാഭം ഉണ്ടാക്കുന്ന അയാളാണ് ഓൺട്രപ്രണർ എന്നുള്ളത്, അതായത് സംരംഭകൻ എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ആശയം വെച്ചിട്ട്, അതായത് പുതിയൊരു തന്ത്രം വെച്ചിട്ട് അയാൾ ബിസിനസ് ചെയ്യാം. അതായത് ഒരു പുതിയ ആശയം അയാൾ എന്ത് ചെയ്യാണ്, പുറത്തിറക്കുകയാണ്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ പൈസ ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ആരാണോ അയാളാണ് ഓൺട്രപ്രണർ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് എല്ലാവരും ഓൺട്രപ്രണറാന്നുള്ളത്. അങ്ങനെയല്ല. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ആളുകളൊക്കെ ബിസിനസ്മാനാണ്. ബിസിനസ്മാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ്, ഇപ്പം എന്തെങ്കിലും ഒരു കച്ചവടം, ആ കച്ചവടം വീണ്ടും നടത്തിക്കൊണ്ടുപോകുന്ന ആള്. അയാൾ പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള ഒരു ആശയം എന്നല്ല, പഴയ ആശയത്തിന് എന്ത് ചെയ്യാണ്, അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, അത് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുക ചെയ്യുന്നത്. എന്നാൽ ഓൺട്രപ്രണർ തികച്ചും വ്യത്യസ്തനാണ്. അയാൾ സ്വയം ഒരു പുതിയ ആശയം കണ്ടെത്തും, അല്ലെങ്കിൽ പുതിയൊരു രീതി കണ്ടെത്തും. എന്നിട്ട് കസ്റ്റമറിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവരെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങൾ ഇറക്കിയിട്ട് അതിൽ നിന്ന് ലാഭം കണ്ടെത്തുക എന്നുള്ള. അത് പുതിയ ഉൽപ്പന്നമാവാം, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സേവനങ്ങളാവാം. അതായത് ഇപ്പോൾ ഒരു ഡെലിവറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആ ഒരു സർവീസ് മറ്റൊരു രീതിയിലാവാം. അതേപോലെ വരുന്നത് തന്നെയാണ് മാർക്കറ്റിംഗ്, അതായത് പുതിയ രീതിയിൽ സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ഒരു ഓൺട്രപ്രണർക്കുള്ള പ്രത്യേകതയാണ്. പക്ഷെ ബിസിനസ്മാൻ അങ്ങനെയല്ല. അയാൾ നിലവിലുള്ള ഒരു രീതിനെ അതിങ്ങനെ പിന്തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്